ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മനോഹറിൻ്റെ എല്ലാ കള്ളക്കളികളും കൈയോടെ പിടികൂടുകയാണ്. അവൻ ഇത്രയും നാളും പറ്റിച്ചിരുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പേരൻസുമായിട്ടും അതേപോലെ അനിയന്മാരൊക്കെ ആയിട്ടും രാഹുൽ കാണുന്നുണ്ട്. അങ്ങനെ മനോഹറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുകയാണ് രാഹുൽ. അതേപോലെ സറീനയും കൊണ്ട് അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ രൂപം മനസ്സിലാലോചിക്കുന്നുണ്ട്, കല്യാണി മോൾ ഇത്ര നേരമായിട്ടൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ എന്ന്. ആ പറഞ്ഞിരിക്കുന്ന നേരത്ത് തന്നെ കല്യാണിയുടെ മെസ്സേജ് വരുന്നുണ്ട്. അവിടെ എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നതും കല്യാണി ഉറക്കെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നതും ചന്ദ്രസേനനും എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ രൂപ അത് കണ്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് യാമിനി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് കമ്പപ്പൂത്തിരിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, മേഡം വായോ നമുക്കും കത്തിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ രൂപയെ കൊണ്ട് കമ്പുത്തിരിയൊക്കെ കത്തിപ്പിച്ച് വളരെ സന്തോഷത്തിലിരിക്കുന്ന വീഡിയോ യാമിനി എടുക്കുന്നുണ്ട്. അങ്ങനെ യാമിനി ഈ വീഡിയോസൊക്കെ കല്യാണിയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ന്യൂ ഇയർ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണി ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയല്ലേ, അച്ഛൻ ഉറക്കൊഴിച്ചിരുന്നല്ലേ ഈ ചായ കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് കിരൺ അവിടേക്ക് വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ന്യൂ ഇയർ അയച്ച് നല്ല നല്ല സന്തോഷമുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് കൊടുക്കുകയാണ് ചന്ദ്രസേനന്. അങ്ങനെ ചന്ദ്രസേന മൊബൈലിലേക്ക് നോക്കുമ്പം അത് രൂപ അവിടെ കമ്പുപ്പൂത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ യാമിനി ചേച്ചി അയച്ചു തന്നാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കളിയാക്കുകയാണ് ചന്ദ്രസേനെ. ഇനിയിപ്പോൾ മറ്റാൾ ന്യൂ ഇയർ വിഷയമൊക്കെ ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല, ഞാനത് ബ്ലോക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കിരണും കല്യാണിയൊക്കെ പറയുന്നുണ്ട്, അച്ഛനോട് സ്വസ്ഥമായിട്ടിരുന്ന് അമ്മയുടെ വീഡിയോസൊക്കെ കണ്ടോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന മൊബൈലും കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ രൂപയുടെ മുഖത്ത് സന്തോഷം എല്ലാം കണ്ടിട്ട് ചന്ദ്രസേനൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കുറേ നാളായി രൂപേനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. അതേപോലെ ചന്ദ്രസേനൻ്റെ വീട്ടിലെ ന്യൂ ഇയർ ആഘോഷം സരയുവിന് പാറുമോള് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ട് സരയുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ഷാരിയും രാഹുലും വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ, വളരെയധികം ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്ക്. എന്നിട്ട് നോക്കാൻ പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ വീട്ടിൽ എന്താണ് ആഘോഷങ്ങളൊക്കെ, ഇതിനു മുമ്പ് സോണിയും കിരണും ഞാനൊക്കെ കൂടി ന്യൂ ഇയർ എങ്ങനെ ആഘോഷിച്ചതായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഷാരി പറയുന്നത്, അത് പണ്ടൊക്കെ അല്ലേ, ഇപ്പം നമ്മൾ അവരായിട്ടൊന്നൊരു ബന്ധമില്ലല്ലോ എന്ന് പറയാണ്. മോൾ ഇതിനെ വിഷമിക്കണേ, അടുത്ത കൊല്ലം ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ മോൾ അമേരിക്കയിലായിരിക്കില്ലേ, ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കുന്നില്ല, അതൊക്കെ അവിടെയാണ്, ക്രിസ്മസ് കഴിഞ്ഞാൽ 10 ദിവസം അവിടെ ആഘോഷമാണെന്നൊക്കെ പറയാണ്. മോളൊരു കാര്യം ചെയ്യ്, അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യ്, എന്നാ പോകുന്നതെന്നുള്ള ഡേറ്റ് പറഞ്ഞോന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും സരയു പറയുകയാണ് രാഹുലിൻ്റെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് മനോഹർ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണെന്നുണ്ടെങ്കിൽ രാഹുൽ മനോഹറിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഒരാളെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് കാണണമെന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ മൊബൈലിലിരിക്കുന്ന മനോഹറിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ പ്രകോപിതനായിട്ട് രാഹുലിൻ്റെ കോളർമ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ കോളർമ പിടിച്ചതെന്ന്. അത് ഇവനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പെങ്ങളെ ചതിച്ച് പറ്റിച്ചിട്ട് ഗർഭിണിയാക്കിയിട്ട് സ്വത്തുക്കളൊക്കെ കൈക്കിലേക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇവന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ്. അതേപോലെ ഇവനെ അന്വേഷിച്ച് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ പറയുകയാണ്, എനിക്ക് ആ നമ്പറൊക്കെ ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരിട്ട് തന്നെ രാഹുൽ അവരെല്ലാവരും ഓരോരുത്തരായിട്ട് പോയി കാണുകയാണ്. എല്ലാ സ്ത്രീകളെയും പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കിയിട്ട് അവരുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയിട്ട് മുങ്ങുന്നതാണ് മനോഹറിൻ്റെ ഒരു ശൈലി എന്നുള്ളൊരു കാര്യം രാഹുൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ മോൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുകയാണ് രാഹുൽ. ആ സമയം കാറിൽ ഇങ്ങനെ വന്ന് വീടിന് മുറ്റത്തിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു CIയുടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അയാളെ കാണാനായിട്ട് പോലീസുകാരനെ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ മനോഹർ വയറുവേദനയാണെന്നും പറഞ്ഞിട്ട് അടവ് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അവന് കള്ളനായതുകൊണ്ടാണ് പോലീസുകാരെ ഇവൻ ഫേസ് ചെയ്യാതെ അവൻ മുങ്ങി നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടി രാഹുലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഷാരി വാതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് തുറക്കുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളോട് പറയാനായിട്ട് പറ്റിയില്ല, നിങ്ങളോട് ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മുടെ മോള് 2 ആഴ്ചക്കകം അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ രാഹുൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര പെട്ടെന്ന് പോകാനായിട്ട് പോകുന്നതെന്ന്. അത് നമ്മളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടല്ലേ അവർ എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നത്, പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ എന്ന് പറയുകയാണ്. ഒരു തരത്തിൽ ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ മോളും മരുമോനും പോവും, അവരാദ്യം പോയതിന് ശേഷം നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. അപ്പോൾ
രാഹുൽ പറയുന്നുണ്ട് എന്തിനും ഇത്ര വേഗം പറഞ്ഞയക്കുന്നത്, അവൻ ആദ്യം പോയതിന് ശേഷം നമ്മുടെ മോളെ പറഞ്ഞയച്ചാൽ മതിയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ വെപ്രാളം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനേ അല്ലെങ്കിൽ തന്നെ നിന്ന നിപ്പിൽ ഉരുകി പോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിൽക്കാന്ന് പറയാണ്. അത് കേട്ടിട്ട് ഷാരി ചോദിക്കുന്നുണ്ട് എന്തേ ഇനി താരരെ പോലെ വേറെ വല്ലോളും ഉണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താരരെ ഒരു കുഞ്ഞുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അതേപോലെ ഇനി വേറെ വല്ല സ്ത്രീകളും ഉണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ താരയെ പറ്റിയും ഇങ്ങനെ അവിഹിതത്തെ പറ്റിയൊക്കെ രാഹുലിനെ സംശയിച്ചിട്ട് ഷാരി വർത്താനം പറയുമ്പോൾ പറയുകയാണ് നീ ഈ വർത്താനം നിർത്തിക്കോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് തല ആകെ പുകഞ്ഞ് നിൽക്കുകയാണ്, നിന്ന നിപ്പി തന്നെ ഇല്ലാതാവുമെന്നാണ് തോന്നുന്നത്, ഇനി നമുക്കൊരു ജീവിതം ഇല്ല ഉള്ള ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു പറഞ്ഞപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം തന്നെ നിങ്ങൾ പറയുമെന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയുകയാണ് കിരൺ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പയ്യൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് അതിന് നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട് എന്തിനിപ്പോൾ കിരൺ, അതിനേക്കാളും നല്ലൊരു മരുമോനല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയാണ്. അത് കേട്ടിട്ട് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ ആയാൽ എല്ലാവർക്കും നല്ലതെന്ന് പറയാണ്. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് രാഹുൽ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ വർത്താനമൊക്കെ കേട്ടിട്ട് ഷാരിക്കും ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്താണെന്നുള്ളൊരു കാര്യം അറിയാതെ. റൂമിലാണെങ്കിൽ സരയു പോവാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അമേരിക്കയിൽ ചെന്നാൽ കട്ടിയുള്ള നല്ല ഉടുപ്പുകളൊക്കെ വാങ്ങണം, അവിടെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഇതൊന്നും അവിടെ നിന്ന് വാങ്ങണ്ട, എയർപോർട്ടിൽ ചെന്നതിന് ശേഷം നമുക്കതൊക്കെ വാങ്ങാം, ഈ ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ നടക്കുന്ന ആൾക്കാർ വിൽക്കാൻ നടക്കുന്ന പോലെയൊക്കെ അവിടെ വല്ല ഇന്ത്യക്കാരോ വേറെ രാജ്യക്കാരുണ്ടാവും, നമുക്കതൊക്കെ വാങ്ങാവുന്നുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ പറയണേ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, അവിടെ പോയിട്ട് മതി എനിക്ക് കുഞ്ഞെന്ന് പറയാണ്. അതെന്താ മോളെ കുഞ്ഞ് അമേരിക്കക്കാരാവാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചപ്പോൾ അതല്ല മനുവേട്ടാ, അവിടെയാണെന്നുണ്ടെങ്കിൽ പ്രസവമൊന്നും വേദന ഇല്ലാണ്ടൊക്കെ നടക്കും, പിന്നെ അതേപോലെയല്ല നമ്മുടെ കുഞ്ഞ് ഫുൾ ഇംഗ്ലീഷിലാവും സംസാരിക്കുക, എങ്ങാണ്ട് നാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് മലയാളം അറിയില്ല എന്ന് പറയുന്നത് ഒരു പൊങ്ങച്ചൻ തന്നെയാന്ന് പറയാണ്. ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് രാഹുൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും വിചാരിക്കല്ലേ, പൊങ്ങി പോവല്ലേ എന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ് രാഹുൽ. അപ്പോൾ നമ്മുടെ മനോഹറാണെങ്കിൽ പറയുന്നുണ്ട് അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഡായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ രാഹുൽ മനസ്സിലാലോചിക്കുന്നുണ്ട് എൻ്റെ മോളെയും ഷാരിയെയും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും, അവരൊന്നും അമേരിക്കയിലേക്ക് പോയിട്ടില്ലല്ലോ, പക്ഷേ എന്നെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് സാധിക്കില്ല എന്ന് രാഹുൽ മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് മനോഹർ നോക്കുമ്പോൾ കാണുന്നത് അവിടെ വന്ന് നിൽക്കുന്ന രാഹുലിനെയാണ്. അപ്പോൾ പറയുന്നുണ്ട് എന്താ അവിടെ നിൽക്കുന്നത്, അകത്തോട്ട് കയറി വായോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം അച്ഛൻ അകത്തോട്ട് വരുന്നുണ്ട്. എന്താ മോനെ ഇത്ര പെട്ടെന്ന് പോവാന്ന് പറഞ്ഞത് എന്ന് പറയുമ്പം സരയു പറയുന്നുണ്ട് അച്ഛ നമ്മളല്ലേ പറഞ്ഞിന്ന് പോണമെന്ന്, ഇപ്പം പോവാറായപ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, എനിക്ക് മനസ്സിലായി അച്ഛനാണെന്നുണ്ടെങ്കിലേ നിങ്ങളെ കൂട്ടാതെ പോകുന്നതിനുള്ളൊരു വിഷമല്ലേ, നിങ്ങളെ കൂട്ടിയിരുന്നെങ്കിൽ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഉഷാറുണ്ടായിരുന്നത് അച്ഛനായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ രാഹുൽ പറയാണ് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ മരുമോനായിട്ട് കുറച്ച് കാര്യങ്ങൾ അമേരിക്കത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, മരുമോൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് മനോഹറിനെ വിളിക്കുകയാണ്. അപ്പോൾ മനോഹറാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് നുണ പറയും, അറിയാവുന്ന നുണകളൊക്കെ പറഞ്ഞ് തീർത്തല്ലോ എന്നും ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ മനോഹറിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.